കാരണം മഞ്ഞുമ്മൽ ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്ക് ബാലൻ ഈ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റുന്നത്. ഈ ബാലന് ഈ ഒരു വിസിബിലിറ്റിയും കിട്ടുന്നത് മഞ്ഞുമ്മൽ ചെയ്തുകൊണ്ട് കാരണം മാത്രമാണ്. ഞാനത് അല്ലാണ്ട് നേരെ ബാലൻ ചെയ്ത് ചിലപ്പോൾ എനിക്ക് ഇത്രയും സപ്പോർട്ടും ഇത്രയും ഒരു ഇങ്ങനത്തെ പടത്തിന് ഇങ്ങനെ കിട്ടില്ല. ഇപ്പം ജിസ് ജോയ് തന്നെ ഈ അടുത്ത് പറഞ്ഞിരുന്നു, ഇപ്പം ചിദംബരത്തിന് ഒരു ഡേറ്റ് കൊടുക്കാൻ ഒരുപാട് ആർട്ടിസ്റ്റുകൾ റെഡി ആയിരിക്കും. കാരണം നിങ്ങളുടെ ഒരു ഫിൽമോഗ്രഫി ഇപ്പം അങ്ങനെയാണ്. പക്ഷെ ആ സമയത്ത് പുതിയ ഫേസസിനെ വെച്ച് മറ്റൊരു തരത്തിലുള്ളൊരു കഥയും കൊണ്ട് ഒരു കുട്ടീനെയൊക്കെ ആണ് ഇപ്പം മെയിനായിട്ട് നോക്കുമ്പോൾ ഒരു പുതുമുഖമാണ് വരുന്നത്. അപ്പം അതിന് ചിദംബരം എടുക്കുന്ന ഒരു എല്ലാ ആർട്ടിനോടുള്ള നിങ്ങളുടെ താല്പര്യം അതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് ധൈര്യത്തിൻ്റെ എലമെൻറ്റും കൂടി ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ എന്താ പറയുക, സുഖമായിട്ടുള്ളൊരു പെരുവഴിയിൽ നിന്ന് വേറെ ഒരു പുതുവഴി പോകാം എന്നൊക്കെ ഒരു എലമെന്റ് ഉണ്ടായിരിക്കുമല്ലോ. എങ്ങനെയാ ഒരു ധൈര്യം വർക്ക് ചെയ്തത്? ധൈര്യം എൻ്റെ കഥയോടുള്ള കൺവിക്ഷൻ തന്നെയാണ്. കഥ വളരെ നല്ല, ജിത്തുവിനോട് കഥ കേട്ടപ്പോൾ തന്നെ ഇതിൽ വലിയൊരു സിനിമയുണ്ട്, നല്ലൊരു വലിയ ഇമോഷൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി ആ കഥയോടുള്ള കൺവിക്ഷൻ തന്നെയാണ് ധൈര്യം തരുന്നത്. കഥയോട് കൺവിക്ഷൻ ഇല്ലെങ്കിൽ ഈ ധൈര്യം ഒരിക്കലും ഉണ്ടാവില്ല. കാരണം അത് എത്ര വലിയ സ്റ്റാറിൻ്റെ പടമായാലും നമുക്ക് ഈ ധൈര്യം ഉണ്ടാവില്ല. കാരണം അത് കഥയുടെ കൺവിക്ഷൻ വേണം. അപ്പോൾ അത് തന്നെയാണ് ഇതിലേക്ക് ചെയ്യാനുള്ളൊരു ധൈര്യം. പിന്നെ മഞ്ഞുമ്മലും ഒരു ധൈര്യമായിരുന്നു ഇത്. കാരണം മഞ്ഞുമ്മൽ പടം ചെയ്തു, കാരണം മഞ്ഞുമ്മൽ ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്ക് ബാലൻ ഈ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റുന്നത്. ഈ ബാലന് ഈ ഒരു വിസിബിലിറ്റിയും കിട്ടുന്നത് മഞ്ഞുമ്മൽ ചെയ്തുകൊണ്ട് കാരണം മാത്രമാണ്. ഞാനത് അല്ലാണ്ട് നേരെ ബാലൻ ചെയ്ത് ചിലപ്പോൾ എനിക്ക് ഇത്രയും സപ്പോർട്ടും ഇത്രയും ഒരു ഇങ്ങനത്തെ പടത്തിന് ഇങ്ങനെ കിട്ടില്ല. അത് മഞ്ഞുമ്മൽ തന്നെയാണ് അതിൻ്റെ ഒരു ക്രെഡിറ്റ്.